ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഒരു റിവ്യൂമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു യൂസ്ഡ് റിവ്യൂ വിത്ത് കമ്പാരിസൺ ആണ്. OnePlus Nord 4 Redmi Note 14 Pro Plus എന്ന ഫോണിൻ്റെ കമ്പാരിസൺ ആണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ തന്നെയാണ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺബോക്സിംഗ് മാത്രം ചെയ്യുന്ന പരിപാടി നിർത്തി നമ്മൾ യൂസ്ഡ് റിവ്യൂവും കമ്പാരിസണും ഒക്കെ ധാരാളമായിട്ട് ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും ഒരു ഫോണും എങ്ങനെയുണ്ടെന്നുള്ളത്. സോ അപ്പോൾ ഇന്ന് Redmi Note 14 Pro Plus ഒരാഴ്ച ഒന്നരാഴ്ചയോളം ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ട്, ഒപ്പം തന്നെ അത് ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ OnePlus Nord 4 കമ്പയർ ചെയ്യുമ്പോൾ ഒരേ പ്രൈസ് റേഞ്ചിലെ രണ്ട് ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ ഫോണൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ക്ലിയർ പിക്ചർ കിട്ടും. സോ അപ്പോൾ നമുക്ക് സമയമൊന്നും കളയേണ്ട, നേരെ കമ്പാരിസൺ ആരംഭിക്കാം. ഈ രണ്ട് ഫോണുകളുടെ ഡിസൈൻ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസൈൻ. രണ്ടും നന്നായിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ ഒരെണ്ണത്തിന് മോശമെന്ന് പറയേണ്ട ഒരു അവസ്ഥയൊന്നും തോന്നിയില്ല. എന്നാൽ ഈ ഡിസൈൻ അപ്പുറം ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അതായത് ഇത് മെറ്റൽ ഫ്രെയിമാണ്, മുകളിൽ ചെറിയൊരു ഗ്ലാസിൻ്റെ പോർഷനൊക്കെ ഉണ്ട്. OnePlus Nord 4 ഈ രീതിയിൽ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് അത്ര തന്നെ ഉള്ളൂ. എന്നാൽ റെഡ്മി കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ Gorilla Glass Victus 2 ആണ്, ബാക്കിൽ Gorilla Glass 7i ആണ്. ഒപ്പം തന്നെ IP68, IP69 സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമുക്ക് വെള്ളത്തിൽ വീണാലും അല്ലെങ്കിൽ തന്നെ എന്താ പറയുക താഴെ വീണാലും ഒന്നും പെട്ടെന്ന് പൊട്ടും തരത്തിലുള്ള സംഗതികളൊന്നും അല്ല. നല്ല സ്ട്രോങ് ആയ അലുമിനിയം ഫ്രെയിം അടക്കം കൊടുത്തുകൊണ്ട് നല്ല ബിൽറ്റ് ക്വാളിറ്റി, നല്ല ഡ്യൂറബിലിറ്റി ഈ ഫോണിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ മൊത്തത്തിൽ ഇത് യൂസ് ചെയ്യുന്നതിൽ നമുക്ക് തോന്നിയ ഒരു നല്ല ഘടകം ഇതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് OnePlus Nord 4 കമ്പയർ ചെയ്യുകയാണെങ്കിലും ഇത് ബെറ്ററാണ്. കാരണം ഇതിൽ ഈ പറഞ്ഞ സംഭവമൊന്നുമില്ല. IP65 വാട്ടർ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളൂ. ഒപ്പം തന്നെ ഡ്രാഗൺ ടെയിൽ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ്. ആൾക്കാർക്ക് Gorilla Glass എന്ന് പറഞ്ഞാലാണ് പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. ഡ്രാഗൺ ടെയിൽ നല്ലതാണ്, പക്ഷേ എന്നാലും ഇതിൽ ഡ്രാഗൺ ടൈലേ ഉള്ളൂ. ഇതിൽ Gorilla Glassൻ്റെ 2 ടൈപ്പ് ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു സെറ്റപ്പ് വേണമെന്നുള്ളത്. എന്തായാലും ഈ വെള്ളത്തിലൊക്കെ വിട്ടാലും കുഴപ്പം പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെയും നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം. കാരണം വെള്ളത്തിൽ വീണിട്ട് എന്തെങ്കിലും കാരണവശാൽ ഇതിൽ കംപ്ലയിൻറ്റ് വരികയാണ്, വെള്ളം കയറുകയാണെങ്കിൽ, അതായത് നമ്മൾ എവിടെയൊക്കെ തട്ടുമുട്ടൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ആ സീലിന് കംപ്ലയിൻറ്റ് വരാം. പിന്നെ നിങ്ങൾ ഇതുകൊണ്ട് വെള്ളത്തിലിട്ടിട്ട് IP റേറ്റിംഗ് ഉണ്ടായിട്ട് വെള്ളം കയറി എന്ന് പറഞ്ഞാൽ കാര്യമില്ല, കമ്പനി വാറണ്ടി തരില്ല. സോ അപ്പോൾ വെള്ളത്തിലിടുന്നത് നിങ്ങൾ ഇടാൻ നിൽക്കണ്ട. എന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ വെള്ളമായാലോ വെള്ളത്തിൽ വീണാലോ ഒന്നും കംപ്ലയിൻറ്റ് പറ്റില്ല എന്നുള്ളതിനുള്ള ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണാവൂ. ഞാനിത് പല വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട്, ഓർത്ത് വെച്ചോളൂ. കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബെറ്റർ റെഡ്മി തന്നെയാണ്. ഇനി ഈ ഫോണുകളുടെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ Redmi Note 14 Pro Plusൻ്റെ ഡിസ്പ്ലേ എനിക്കിതിന് ഇഷ്ടം കൂടുതലാണ്. കാരണം പൊതുവേ എനിക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടമുള്ള ഫോണുകളാണ് ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ്. ഇതിൽ 3D കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്, അതും 1.5K ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ തന്നെയാണ്. അതിൽ 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസും കൊടുത്തിട്ടുണ്ട്. വിസിബിലിറ്റിക്കോ വിഷ്വൽ ക്വാളിറ്റിക്കോ യാതൊരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിലാണ് റെഡ്മി ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേ എക്സലൻ്റ് ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം വിഷ്വൽ ക്വാളിറ്റിയൊക്കെ. ഒപ്പം തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മീഡിയ കൺസംഷൻ അടിപൊളി ലെവലാണ്, ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ അടക്കം. എന്നാൽ OnePlusൽ നമുക്ക് വിഷയമൊന്നുമില്ല, നല്ല ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിക്കൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഡിസ്പ്ലേ ക്വാളിറ്റി നൈസാണ്. രണ്ടും ഞാൻ സൈഡ് ബൈ സൈഡ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, രണ്ടും നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, ഒരു വിഷയവും പറയാനില്ല, സെറ്റപ്പാണ്. പക്ഷേ എന്നാലും വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ പോലെ ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഒപ്പം തന്നെ ബ്രൈറ്റ്നസ് ഒക്കെ 2150 നിറ്റ്സാണ് പീക്ക് ബ്രൈറ്റ്നസ് തന്നെ വരുന്നുള്ളൂ. അത് കുറവൊന്നുമല്ല, അതൊക്കെ ധാരാളം മതി. എന്നാലും ബെറ്റർ ഡിസ്പ്ലേ ക്വാളിറ്റി, ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും Redmi Note 14 Pro Plusലാണ്. സോ ഈ പ്രൈസിൽ നല്ലൊരു ഡിസ്പ്ലേയുമായിട്ട് തന്നെയാണ് റെഡ്മി ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് യൂസ് ചെയ്ത് വരുമ്പോഴും ഫീൽ ചെയ്യുന്നത് വേറെ ഇഷ്യൂസ് ഒന്നും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണ്, ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ്, അല്ലെങ്കിൽ കർവ്ഡ് ആണെങ്കിൽ കർവ്ഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി അടുത്ത ഈ രണ്ട് ഫോണുകളുടെ കമ്പയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ റെഡ്മിയുടെ റിവ്യൂ ആണല്ലോ. അതുകൊണ്ട് റെഡ്മിയുടെ ആദ്യം പറയുകയാണെങ്കിൽ ബാറ്ററി 6200 mAhന്റെ നല്ല കിടിലം ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഒരു വിഷയമില്ല. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. OnePlusൽ നമുക്ക് അത്രയും ഒരു സെറ്റപ്പ് ഇല്ല, 5500 mAhന്റെ ബാറ്ററി ഉള്ളൂ. ഒപ്പം തന്നെ 100 വാട്ടിൻ്റെ ചാർജർ ഉണ്ട്. അത് ബെറ്റർ അല്ലെന്ന് ചോദിച്ചാൽ ബെറ്ററാണ് തീർച്ചയായിട്ടും. പക്ഷേ 10 വാട്ടിൻ്റെ വ്യത്യാസമുണ്ട്. ഇതിൽ 90 വാട്ടുണ്ട്, ഇതിൽ 100 വാട്ടുണ്ട്. സോ 6200 mAhന്റെ ബാറ്ററി ഉണ്ട്, 90 വാട്ടിൻ്റെ ചാർജിങ് ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബെറ്റർ Redmi Note 14 Pro Plus തന്നെയല്ലേ എന്നാണ് എൻ്റെ ഫീല്. ബാറ്ററി ലൈഫിൽ എന്തായാലും വിഷയമൊന്നും ഉണ്ടായില്ല, നമ്മൾ ഈ കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ചത് നിന്നു. സോ ഇതിൻ്റെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ബാറ്ററി സെറ്റപ്പാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിച്ച് വരുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Redmi Note 14 Pro Plusൻ്റെ പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ ഇല്ല, നൈസായിട്ട് പെർഫോം ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോഴും HyperOS 1 തന്നെയാണ്, 2 അപ്ഡേറ്റ് വന്നിട്ടില്ല, വരും. എന്തായാലും അതും കൂടി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് അടിപൊളിയാവും. എന്തായാലും ഇപ്പോഴേക്കും ഇതിൻ്റെ പെർഫോമൻസിൽ വേറെ അപാകതകളൊന്നുമില്ല, അതായി കാണുന്ന പോലെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ചെറുകിട ഗെയിമൊക്കെ നിങ്ങൾ കളിക്കുകയാണെങ്കിലും കളിക്കാം. UFS 2.2 സ്റ്റോറേജും LPDDR4X റാമും സ്നാപ്ഡ്രാഗൺ 7S Gen 3 പ്രോസസ്സറുമാണ്. ആ ഒരു സെറ്റപ്പ് ഈ ഒരു വിലയ്ക്ക് പോരാ. എന്നാലും ബാക്കിയുള്ള ഇത്രയും ഘടകങ്ങൾ നന്നായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് മതി എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള എല്ലാ ഡീസൻറ്റ് ലെവലുള്ള പെർഫോമൻസും ഇത് തരുന്നുണ്ട്. അത്യാവശ്യം ഗെയിം കളിക്കാനുള്ള പെർഫോമൻസും ഉണ്ട്. സോ പെർഫോമൻസിന് ഞാൻ അങ്ങോട്ട് കുറ്റം പറയുന്നില്ല.
ഈ പറഞ്ഞ എല്ലാ കാരണവും നന്നായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടും പിന്നെ ഈ ഫോൺ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഫോണുമാണ്, എവിടെ ചെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ആ രീതിയിലും കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ ഇത് അടിപൊളി എന്ന് പറയാം. പക്ഷേ നമ്മളൊരു കമ്പാരിസൺ എന്ന രീതിയിൽ കൂടി ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. LPDDR 5x റാമും ഒപ്പം തന്നെ UFS 3.1 സ്റ്റോറേജ് 128 GB കിട്ടും. 256 GB ആണെങ്കിൽ UFS 4.0 സ്റ്റോറേജ് തന്നെ കിട്ടും. സോ സ്പെക് വൈസ് തീർച്ചയായിട്ടും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മാത്രം OnePlus കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊന്ന് മനസ്സിൽ വെച്ചോളൂ. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ അല്ല നോക്കുന്നെങ്കിൽ റെഡ്മിയിൽ നമ്മൾ ഇത്രയും ദിവസം ഉപയോഗിച്ചതിൽ യാതൊരു വിഷയമില്ല, നൈസ് പെർഫോമൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഡിസ്പ്ലേ, ഡ്യൂറബിലിറ്റി, ബാറ്ററി എല്ലാത്തിൻ്റെ ഒപ്പം ഈ പെർഫോമൻസ് നമ്മുടെ കാര്യങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷേ ഇത് പോരാന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറി ചിന്തിക്കാം. സോ അപ്പോൾ അങ്ങനെയാണ് പെർഫോമൻസിൻ്റെ കാര്യം. ക്യാമറയും കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ഇതിൽ വരുന്നത് 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. ഒപ്പം തന്നെ 50 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. OnePlusൽ 2 ക്യാമറയെ ബാക്കിൽ വരുന്നുള്ളൂ. മെയിൻ ക്യാമറ 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ. ടെലിഫോട്ടോ ലെൻസ് ഒന്നുമില്ല. സോ സ്പെക് വൈസ് ഇത് ബെറ്റർ ആണ് റെഡ്മി. സാമ്പിൾസ് കണ്ടു നോക്കാം. ഈ കാണുന്നതാണ് മെയിൻ ക്യാമറ കമ്പാരിസൺ. മെയിൻ ക്യാമറ ഇമേജുകളാണ് ഈ കാണുന്നത്. ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും എടുത്ത ഫോട്ടോസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെ എടുക്കുക. ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇതിലേത് ഫോണിൻ്റെ ഞാൻ കൃത്യമായിട്ട് ഫോണിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടും. എന്നാലും ബാക്കിയുള്ളവരും അവരവർക്ക് ഇഷ്ടമുള്ളത് തന്നെ നോക്കിയെടുക്കുക. സോ ഫോട്ടോസ് ഈ കാണുന്ന രീതിയിലാണ്. സെൽഫി ക്യാമറയുടെ അടക്കം ഇമേജുകൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത്. രണ്ടും ഒരു ഡീസൻറ്റ് ലെവലുള്ള ഫോട്ടോസ് എന്ന് പറയാം. ഒരെണ്ണം ഭയങ്കര നല്ലതെന്നൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിലും മെയിൻ ക്യാമറയിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. 4K സാമ്പിളുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഏതാണ് നന്നായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. എനിക്ക് ഈ 2 ഫോണുകളുടെ ക്യാമറ കണ്ടു കഴിയുമ്പോഴും എനിക്ക് തോന്നിയത് രണ്ടും ഏകദേശം ഒരേ റേഞ്ച് തന്നെയാണെന്നാണ്. ആ ഒരു കളർ ടോണിലുള്ള ഒരു വ്യത്യാസം ഒഴിച്ചാൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. പക്ഷേ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യുക. ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടുമല്ലോ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന്. സോ അപ്പോൾ റെഡ്മി നോട്ട് 14 Pro Plus ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. 1.5 ഉപയോഗിച്ചു. അതിൽ നിന്ന് നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കൂട്ടത്തിൽ ഇതിനെ ഒന്ന് പൊക്കി കാണിച്ചെന്നേ ഉള്ളൂ ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ. ഇതിൽ എനിക്ക് മൊത്തത്തിൽ തോന്നിയത് നല്ല ഡ്യൂറബിലിറ്റി ഉള്ള നല്ല ഡിസൈൻ, നല്ല ഡിസ്പ്ലേ, അതും കെർവ്ഡ് ഡിസ്പ്ലേ. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ബാറ്ററി ചാർജിങ്, പെർഫോമൻസിലും വേറെ അപാകതകളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ സ്പെക് വൈസ് ഇച്ചിരി പുറകിലാണെങ്കിലും ഇത് പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ നമുക്ക് തന്നിട്ടില്ല. നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല HyperOS 2.0 വലിയ ഹൈപ്പിൽ വരുന്നുണ്ട്. സോ അതുകൂടി വന്നു കഴിയുമ്പോൾ അതും സെറ്റപ്പായി. മൊത്തത്തിൽ ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. നന്നായിരിക്കുന്നു. റെഡ്മി ഫാൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, നന്നായിരിക്കും. സോ OnePlusൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞു, കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം ഒന്ന് മനസ്സിൽ വെക്കുക. വെറുതെ ഒന്ന് കമ്പയർ ചെയ്തതാണ്. ഇത് തീർച്ചയായിട്ടും ഈ രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. സോ അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ തീരുമാനം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ അപ്പോൾ അതാണ് റെഡ്മി നോട്ട് 14 Pro Plusൻ്റെ ഒരു റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.